ക്ലീറ്റസ് സാറേ, ഞാൻ ഷർമിള. ഷർമിള, ക്ലീറ്റസ് സാറിന്റെ ഓഫീസിലെ സ്റ്റാഫാണ്. നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു ഞാൻ. നിനക്ക് എന്തെങ്കിലും തൈരാനോ മേടിക്കാനോ ഉണ്ടെങ്കിൽ കണക്ക് പറഞ്ഞു മേടിച്ചോ. നിന്നെ ജോലിന്ന് പറഞ്ഞു വിടാൻ പോവാം, മനസ്സിലായോ? സാറെന്നെ വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിനി. എന്ത് എല്ലാം പറഞ്ഞിനി. അതായത് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ട് പോവാന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നയാന്ന്. എന്നെ അപ്പോയിന്റ്മെന്റ് ചെയ്തു പറഞ്ഞോ? ശരിക്കും പറഞ്ഞോ? എടാ പിള്ളേരെ, എനിക്ക് ജോലി കിട്ടി. ഇവിടെ ആരൊക്കെ പറഞ്ഞില്ലേ, നമ്മളേക്ക് കിട്ടുന്ന പൈസ വെറുതെ പുറത്തു കൊടുക്കണേ നമ്മളെ കുടുംബത്തിൽ ആർക്കും കിട്ടിയാൽ നല്ലതാണ്. അപ്പൊ ഞാനും പിന്നെ അങ്ങനെ അങ്ങ് തീരുമാനിച്ചു. വല്ലാത്ത ചതിയായി പോയി. ഞാൻ കൊടങ്ങാളേക്ക് തിരിച്ചു പോകും കേട്ടോ. നീ എവിടെ വെക്കോ? എനിക്ക് മനസ്സമാനം വേണമല്ലോ. ഓ, ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പോയേക്കാം. അപ്പോ ഈ 2 ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഷർമിള പറഞ്ഞു തരും. എനിക്ക് ഒരു വട്ടം പറഞ്ഞു തന്നാ മതി എല്ലാം. ഒരു വട്ടം പറഞ്ഞല്ല തിരിയല്ലേ. ഇന്ന് 11 മണിക്ക് ഗ്ലോറിയസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട്. അതിന്റെ സ്റ്റേഡിയം ഇനോഗ്രേഷൻ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാലോ. ബൊക്കെ മലയല്ലേ. പിന്നെ വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയേണ്ടി വരുവേ. അതാര് പറയണം? നിങ്ങൾ പറയണം. ഞാനെന്തിനാ പറയുന്നത്? അവരല്ലേ. അവര് പറയുമ്പോ അങ്ങോട്ടേക്ക് തിരിച്ചും പറയണ്ടേ. അപ്പൊ നിങ്ങൾ പറയണം, കുറച്ച് പറഞ്ഞാ മതി. പിന്നെ ഒരു ഫാമിലി വരും, ഹിന്ദിക്കാര്. അപ്പൊ അവർക്ക് ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കണം. 4 ഫ്ലാറ്റ് കാണിച്ചു കൊടുക്കണം. ഭാഷ അറിയാ? ഹിന്ദിയെല്ലാം അറിയില്ലേ? ഹിന്ദി വേണോ? ചേച്ചി ഇങ്ങോട്ട് നോക്കടാ. മെഡിക്കൽ കോളേജില് മെഡിക്കൽ കോളേജിൽ പോണം. പിന്നെ ഈ ബൈസ്റ്റാൻഡർമാര് വേണ്ടുന്ന പേഷ്യൻസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അവരെല്ലാം ഡീറ്റെയിൽസ് എല്ലാം എടുത്തിട്ട് അഗ്രിമെന്റ് എല്ലാം ആക്കണം. പിന്നെ ഈ ബൈസ്റ്റാൻഡർമാരെ കിട്ടിയിട്ടെങ്കിലേ നമ്മള് ചിലപ്പോ അവർക്ക് കൂട്ടിരിക്കേണ്ടിയെല്ലാം വരും. നമ്മളെ കൂട്ടിരിക്കാൻ, അതായത് അവിടെ സുഖമില്ലാതെ നടക്കുന്ന രോഗികളൊക്കെ ഉണ്ടല്ലോ, അവർക്ക് നമ്മൾ കൂടെ ഇരിക്കാൻ ആളെ തപ്പും. ആളെ ചിലപ്പോ വരാൻ വൈകിയ അത്ര സമയം നമ്മൾ അവിടെ ഇരിക്കണം ആ രോഗിയുടെ കൂടെ. ഇതെല്ലാം കൂടെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ചെയ്യും? ഇതൊക്കെ ഷർമിള ഒറ്റയ്ക്കാണ് ചെയ്യണത്. അങ്ങനെ ഒരുപാട് പണി ഒരു സമയത്തൊക്കെ ഒരു പണിയൊക്കെ അല്ലേ എന്നെ കൊണ്ട് നടക്കത്തോ? അല്ല, എനിക്ക് പറ്റത്തില്ല. നീ തന്നെ ഈ ജോലിയെല്ലാം ചെയ്താൽ മതി. എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്റെ പൊന്നെ ചേച്ചി, എനക്കൊന്നും പറ്റൂല. സാറ് ഞാനില്ല, ഇവര് പറയുന്ന കേട്ടിട്ടില്ല. ഞാൻ വേറെ ജോലിക്ക് നോക്കീനി. പറ്റൂല. മനസ്സിലാക്കി കൊച്ചെന്നത് ചെയ്യണം മോള്. ജോലി അത്യാവശ്യം എന്ന് പറഞ്ഞു. എനിക്ക് എന്ത് തല ഇറങ്ങുന്നില്ല, തലയൊക്കെ പെരുക്കുന്നില്ല. എനിക്ക് പറ്റത്തില്ല. പറ്റാനിട്ട് ഇല്ല, എനിക്ക് പറ്റത്തില്ല. എനിക്ക് ഇത്രയും ജോലി ഒരുമിച്ചൊന്നും പറയല്ലേ. എനിക്കൊന്നും ചെയ്യണമെന്ന് എനിക്ക് പറ്റത്തില്ല.